അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോ, ചില ഉയർച്ചകൾ വന്നപ്പോ, ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയപ്പോ നമ്മൾ ആ ദൈവത്തെ മറന്നുപോയി, നമ്മുടെ ഉയർച്ചവനെ മറന്നുപോയി. ഇന്നലകളിൽ കഷ്ടതയുടെ നടുവിൽ നമ്മൾ ആ ദൈവത്തെ ഓർത്ത് സ്തുതിച്ചു. ഇന്നലെ കഷ്ടതയുടെ നടുവിൽ നമ്മൾ ആ ദൈവത്തെ പ്രാർത്ഥിക്കാൻ മറന്നുപോയില്ല. ചെറിയ വീടായിരുന്നപ്പോ, വാടക വീടായിരുന്നപ്പോ, കഷ്ടതയുടെ നടുവിലായിരുന്നപ്പോ, കഴിക്കാൻ നേരെ പ്രോപ്പറായിട്ട് ആഹാരമില്ലാത്ത സമയത്ത് നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോയില്ല. കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, യോഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങൾ വന്നപ്പോ നമ്മൾ എവിടെയൊക്കെയോ യേശുവിനെ മറന്നുപോയി. യേശുവിനെ മറന്നുപോയാൽ ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം കാണുമ്പോൾ എന്തുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് മാറിപ്പോയാൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. ന്യായാധിപന്മാരുടെ ഇസ്രായേലിന് മുഴുവനും വേണ്ടി അതായത് ഇസ്രായേലിന്റെ മൊത്തം പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനാണ് ശിംശോൻ. അതായത് പരാജയപ്പെട്ടു പോകുന്ന സ്ഥാനത്ത്, വീണു പോകുന്ന സ്ഥാനത്ത് ഇവൻ നിന്നാണ് പലപ്പോഴും ഇസ്രായേലിനെ മുൻസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തെരഞ്ഞെടുത്ത ന്യായാധിപൻ. തീർന്നില്ല, അവന്റെ ജനനം പോലും അതിവിശുദ്ധമായ രീതിയിൽ ജനിച്ചു. സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെയല്ല. അവന്റെ അമ്മയപ്പന്മാരെ കണ്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല. വാഗ്ദത്തം കിട്ടി. വാഗ്ദത്തം അനുസരിച്ച് മാതാപിതാക്കൾ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒന്ന്, തന്റെ ഉദരത്തിനകത്ത് ജനിക്കാൻ പോകുന്ന അമ്മയോട് പറഞ്ഞു, ആ കുഞ്ഞ് ദൈവത്തിന് വേണ്ടതായതുകൊണ്ട് മദ്യം തുടരരുത്. അതുപോലെ അവന്റെ ജനനശേഷം ശൗര്യക്കത്തി അവന്റെ തലയിൽ വെക്കരുത്. അങ്ങനെ പറയുന്ന ചില നിയമങ്ങൾ അമ്മയപ്പന്മാർക്ക് കൈമാറി. അത് പ്രകാരം ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ അതുപോലെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ യേശു പറഞ്ഞ ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരം മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വളർത്തിയത് കൊണ്ട് അവൻ ഇസ്രായേലിലെ ന്യായാധിപന്മാരായി തീർന്നു. ന്യായാധിപനായി മാത്രം തീരുകയല്ല, അവനൊരു ശക്തനായ മന്നനായ ഒരു വ്യക്തിയായി തീർന്നു. കാരണം അവന്റെ മുന്നിൽ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇന്നലകളിൽ പല ശക്തികളും എഴുന്നേറ്റ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ ഒരുത്തൻ എഴുന്നേറ്റപ്പോൾ, ദൈവപ്രകാരമുള്ള ദൈവ ആലോചന പ്രകാരമുള്ള ഒരുത്തൻ എഴുന്നേറ്റപ്പോൾ ദേശം മുഴുവനും പേടിക്കാൻ തുടങ്ങി. ഇന്ന് പകരം ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ, ഒരെണ്ണം മതി. സഭയ്ക്കകത്തും നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ദേശത്തിനകത്തും നീ ഒരുത്തൻ മതി. പക്ഷെ ദൈവകൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ദൈവശക്തിക്കകത്ത് നീ നിന്നാൽ നിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്ന ദേശാധിപതി ശക്തികളുണ്ട്. നിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്ന ദുഷ്ടാത്മ സേനകളുണ്ട്. ഇന്നലെ പരിശുദ്ധാത്മാവ് പറയുക, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഭവനത്തെ കീഴ്പ്പെടുത്തിയ, നിന്റെ ദേശത്തെ തകർത്ത, നിന്റെ ഭവനത്തെ തകർത്ത ദുഷ്ടാത്മ സേനകൾക്ക് നീ ഒരു ഭയമാകാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, ദുഷ്ടനെ ഞാനൊരു ഭയം